വളരെ വേദനാജനകമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ആദ്യം ചർച്ചയ്ക്ക് എടുക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് VDS വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ മരണം. അത് ശരിക്കും എൻ്റെ നാട്ടുകാരാണ് അവർ. എൻ്റെ നാട്ടിലാണ്, എൻ്റെ പഞ്ചായത്തിലാണ് ഈ സംഭവം. നെടുമങ്ങാട്ടുകാരാണ്. എൻ്റെ നാട്ടിൽ, എൻ്റെ പഞ്ചായത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എനിക്ക് കുട്ടിയുടെ വീട്ടുകാരെ എനിക്ക് അറിയില്ല ആരാണെന്നുള്ളത്. ഈ മൃതദേഹമൊക്കെ ഇവിടെയാണോ അടക്കി? അതോ ഇവിടെ തന്നെയാണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. അതിന് ഞങ്ങളുടെ നാട്ടിൽ നെടുമങ്ങാടിനും ആരനാടിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്, കൊറ്റാമല എന്നൊക്കെ പറയും. ആ ഭാഗത്ത് എവിടെയാണ് ഈ കുട്ടിയുടെ വീട്. ശരി. വലിയ കഷ്ടമാണ്. ഇത് വളരെ സാധാരണ കുടുംബമാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് ദുരൂഹതകളുണ്ട്, കുറച്ച് കാര്യങ്ങൾ തെളിയാനുണ്ട്. അതിനകത്തൊരു ക്ലാരിറ്റി വരാനായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് അധ്യാപകരുടെ ജാതി പീഡനം, മാനസിക പീഡനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസ് പറയുന്ന വേറൊരു കഥയുണ്ട്. അത് മറ്റേ ആപ്പുകൾ, ലോൺ ആപ്പുകൾ, 4,000 രൂപ കുട്ടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരിപ്പം പറയുന്നത്. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്താന്ന് പറയുന്നു. ഈ ലോൺ ആപ്പിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം. നമ്മളിപ്പം നിതിൻ്റെ വിഷയത്തിലേക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ലോൺ ആപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഈ ലോൺ ആപ്പ് കാരണം കേരളത്തിൽ ജീവൻ ഒടുക്കിയ എത്രയോ പേര്. കാരണം ഇവർ നമ്മുടെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങളും എല്ലാം കാണിച്ചിട്ട് നമ്മളെ പിന്നെ ഭീഷണിപ്പെടുത്തണം പൈസ അടച്ചില്ലെങ്കിൽ. അത് ഇതിൻ്റെ ഒരു രീതി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ലോൺ ആപ്പിൽ കയറി 10,000 രൂപ എടുത്തു. അത് കഴിഞ്ഞപ്പം എനിക്ക് ഇയാളുടെ കുറച്ച് ഫോട്ടോസ്, അയാളുടെ ശരിക്കുള്ള ഫോട്ടോസ്, ആധാർ കാർഡ്, മറ്റു കാര്യങ്ങളെല്ലാം, ഇത് നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങൾ പറഞ്ഞ അയാളെ കൊണ്ട് ഈ 10,000 രൂപ അടപ്പിക്കണമെന്ന്. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ എനിക്ക് മെസ്സേജ് ഇട്ടേക്ക്. അപ്പം ഞാൻ ചോദിച്ച്, ഞാൻ എന്തിനായി ചെയ്യേണ്ടത്? നിങ്ങളല്ലേ ലോൺ കൊടുത്ത്, നിങ്ങൾ വേണേൽ എടുത്താൽ അയ്യോ. ഇവർ നമ്മളെ വിളിക്കുകയാണ്. അല്ല, അയാൾ ഞങ്ങളെ പറ്റിച്ച് ലോൺ. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു നിങ്ങളോട് ലോൺ കൊടുക്കാൻ? അത് കഴിഞ്ഞ് ഞാൻ ഈ ചങ്ങാതിയെ വിളിച്ചു. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 10 രൂപ എടുത്തിട്ടുണ്ട് ചേട്ടാ, പക്ഷെ ഞാൻ തിരിച്ചടക്കിയില്ല. ഞാൻ പറഞ്ഞു, അവന്മാരെ നിങ്ങളുടെ നഗ്നചിത്രം വരെ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു. ഒരു പുല്ല് സംഭവിക്കാൻ മതി, ഞാൻ തിരിച്ചടക്കത്തില്ല. അങ്ങനെയുള്ള ആശാന്മാരും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ലോൺ ആപ്പ്, നിങ്ങൾക്ക് ലോൺ വേണമെന്ന് ചോദിച്ചുകൊണ്ട് നമുക്കൊരു മെസ്സേജ് വരും, അല്ലെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സോഷ്യൽ മീഡിയ എവിടെയെങ്കിലും ലോൺ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പ് നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ചതി. നമ്മളിപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അനുമതി അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. അതെ അല്ലേ? പെർമിഷൻ വേണമല്ലോ പല കാര്യങ്ങൾക്കും. അവർ കുറച്ച് അനുമതി അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവർ പെർമിഷൻ ചോദിക്കും. അലോ ദ ആപ്പ് ടു, പിന്നെ നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട്സിലേക്ക് കയറാൻ ഇത് ചോദിക്കും. നമ്മൾ ഈ കോണ്ടാക്ട്സിലോട്ടുള്ള ആക്സസ് ചോദിക്കുന്നത് യെസ് കൊടുത്തെങ്കിൽ മാത്രമേ, കോണ്ടാക്റ്റും ലൊക്കേഷനും യെസ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ലോൺ ആപ്പ് ചാലുവാകുകയുള്ളൂ. ഇവന്മാർ നമ്മൾ ഏത് നിമിഷം നമ്മൾ കോണ്ടാക്റ്റിലേക്ക് ആക്സസ് കൊടുക്കുന്നോ ആ നിമിഷം നമ്മുടെ ഡാറ്റാസ് മുഴുവൻ, അതായത് നമ്മുടെ കോണ്ടാക്ട്സ് സംബന്ധിച്ച വിവരങ്ങൾ മുഴുവൻ അവരുടെ സിസ്റ്റത്തിലേക്ക് മാറ്റും. അവൻ്റെ കയ്യിലേക്ക് മാറ്റും. മാറ്റിയതിന് ശേഷം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ആക്സസ് നമ്മളോട് അലോ ഓർ ഡിനൈ ചോദിക്കുമ്പോൾ നമ്മളെന്താ, വൈൽ ദ ആപ്പ് ഈസ് യൂസിങ്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് എപ്പോൾ നമ്മൾ ആപ്പ് ഉപയോഗിക്കുന്നു, ആ പർട്ടിക്കുലർ ആപ്പ് നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നു ആ നിമിഷത്തേക്ക് മാത്രമാകും ഇതിലേക്ക് ആക്സസ് വരിക. അങ്ങനെയാണ് സാധാരണ ആക്സസ് കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ ആക്സസിനകത്താണെങ്കിൽ ഇതിനകത്ത് കയറാനുള്ള അനുമതി കൊടുത്തേ പറ്റൂ. ആദ്യം അവർ ചെയ്യുന്നത് നമ്മുടെ ഈ ഇതെടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഗാലറി കയറും. നമ്മളെല്ലാം അവരുടെ കയ്യിലായി. ആ ഗാലറിയിൽ എന്തൊക്കെ പടം ഉണ്ടോ അത് മുഴുവൻ അവന്മാരെടുക്കും. നമ്മുടെ പടങ്ങളും എടുക്കും, നമ്മുടെ സുഹൃത്തുക്കളെ വയ്ക്കുന്നത്, നമ്മുടെ രഹസ്യമായിട്ടുള്ള ഫോൾഡർ ഉണ്ട് അത് സഹിതം അവന്മാരെടുക്കും. അതിന് ശേഷമാണ് അവന്മാർ നമുക്ക് ഈ ഭീഷണിയും ഈ പണം തരുന്നത്. ഈ ലോൺ അനുവദിക്കുന്നതിൻ്റെ പിറ്റേന്ന് തൊട്ട് പിന്നെ എത്ര 25% പലിശയോ 14% പലിശയൊക്കെയാണ് മേടിക്കും. അതായത് എനിക്കൊന്ന് മാസം 2%, അതായത് 12 × 2 24% വാർഷിക പലിശ വെച്ചാണ് ഇവന്മാർ ഇത് തരുന്നത്. കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇവന്മാർ പൈസ തിരിച്ചു കൊടുക്കാൻ പറയും. അപ്പം നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്തു ചെയ്യും? ഇവന്മാർ പതുക്കെ നമ്മളോട് ഭീഷണി കൊടുക്കും. ഞാനാണിപ്പോൾ ലോൺ എടുത്തത് വെച്ചാൽ എന്നോട് ഭീഷണി കൊടുക്കും. അപ്പം ഞാൻ ഇതിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടാൽ ഇവൻ ഉടനെ എന്തു ചെയ്യും? എനിക്ക് ഏറ്റവും പരിചയമുള്ള ആൾക്കാരെ നോക്കിയിട്ട്, നമ്മുടെ കോൺടാക്ട്സ് അവൻ്റെ കയ്യിരിക്കുവാണല്ലോ, കൂടുതൽ വിളിക്കുന്നത് നമ്മളുമായിട്ട് ബന്ധമുള്ള ഇതിനകത്ത് മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പേരിന് എൻ്റെ കോൾ ലിസ്റ്റ് ഒരുപാട് DYSP-മാരൊന്നും വരും. ഞാൻ ഇന്ന DYSP അല്ലെ ഇന്ന ആൾ. ഇപ്പം ഒരു ആക്ടർ ഉണ്ടെങ്കിൽ ഇന്ന ആക്ടർ, ഇന്ന മീഡിയ മാൻ, അങ്ങനെ നമ്മളിടും. അപ്പോൾ ഇവന്മാർ ഇത് നോക്കി ഇതിനകത്ത് എലൈറ്റായിട്ടുള്ള അത്യാവശ്യം സമൂഹത്തിൽ നിലയം വിലയുള്ള ആൾക്കാർക്ക് ഇവന്മാർ മെസ്സേജ് അയക്കും. ഇവിടെ അതാണ് സംഭവിച്ചത്. ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ പടവും ആധാർ കാർഡും ഈ ആളെ അറിയാമോ എന്ന് ചോദിക്കും. നമ്മളൊരു അറിയാം, നമ്മുടെ സുഹൃത്ത്, ഇവൻ ഇത്ര രൂപ എടുത്തിട്ടുണ്ട്, ഇത് എടുക്കും. അപ്പോൾ ഇത് പലർക്കും അയച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവരെ വിളിക്കുമല്ലോ. അപ്പം ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾക്കെതിരെ ഇങ്ങനൊരു സാധനം പറ്റും. അപ്പം അതിനകത്ത് നമ്മൾ മൈൻഡ് ചെയ്യില്ലെന്ന് വിചാരിക്കുക. ആരാ? ഈ ലോൺ ആപ്പിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ലെന്ന് വിചാരിക്കും. അതെ.
ഇവന്മാരെന്ത് ചെയ്യുന്നറിയാമോ? നേരെ നമ്മുടെ പടങ്ങൾ മോർഫ് ചെയ്യും. ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമല്ലേ അത്? നഗ്നചിത്രം ഉണ്ടാക്കി നാട് നീളങ്ങ് പ്രചരിപ്പിക്കും. ഇനി അതും കഴിഞ്ഞ് ഇതില്ലെങ്കിൽ വീണ്ടും ഇവന്മാർ ഇത് ചെയ്യും. പക്ഷേ ഇങ്ങനെ കുറേ വിഷയങ്ങളൊന്നും കുറച്ച് സ്ത്രീകളും കുറേ യുവാക്കളും ആത്മഹത്യ. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ ചിലർ പരാതിയുമായിട്ട് ചെയ്യും. ഏതാ ഞങ്ങളിങ്ങനെ ഒരു ലോൺ ആപ്പ് എടുത്തു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു കൊടുത്തൊരു വിദ്യയാണ്, അവന്മാർ ഇതുപോലെ പടങ്ങളെല്ലാം മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കും. നിങ്ങളൊരു കുറിപ്പിടുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ, ഇന്ന പോലെ ഒരു ലോൺ ആപ്പ് കണിയിൽ ഞാൻ വേണ്ടിയിട്ടുണ്ട്, എൻ്റെ പടങ്ങൾ ഇങ്ങനെ മോർഫ് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പൈസ അടയ്ക്കേ വേണ്ട എന്ന് പോലീസ് അനൗദ്യോഗികമായിട്ട് പറഞ്ഞു കൊടുത്തു. നമ്മുടെ സുഹൃത്തുക്കളായ പോലീസുകാർ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അവർ തന്നെ എന്നോട്, ചില ബിരുദന്മാരുണ്ട്, നമ്മുടെ മലയാളിയല്ലേ, നീ എത്ര പടം വേണേ നീ ഉണ്ടാക്കിയോ, നീ എത്ര നഗ്നചിത്രം വേണേ ഉണ്ടാക്കിയോ, നിൻ്റെ പൈസ തരാൻ എനിക്ക് താല്പര്യം. അങ്ങനെ ഒരു പൂറ്റ ആൾക്കാരങ്ങോട്ട് കയറിയിട്ട് ഇവന്മാരുടെ പൈസ മുഴുവൻ ലോൺ എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഒരുപക്ഷെ ഇത് ഈ കുട്ടിയുടെ കാര്യത്തിൽ അതോടുകൂടി ആ സംഭവം അവിടെ നിന്നതാണ്. അപ്പോഴത്തേക്ക് എന്താണെന്ന് ചെയ്യും, ഇവരെ അവസാനം ഈ കൊടുത്തവന് രേഖയൊന്നുമില്ല, അതെ, ഡോക്യുമെന്റ്സ് ഇല്ല. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, അവൻ ആകെയുള്ള ആധാർ കാർഡ് മാത്രമാണ്. അങ്ങനെ ഇവൻ ഇവിടുത്തെ ഈ ഓപ്പറേഷൻ നിർത്തി കേരളത്തില്. കാരണം യുവന്മാരുടെ പരിപാടി എന്താ, മലയാളിക്ക് മനസ്സിലായി ഇവനെ എല്ലാം വലിപ്പിക്കാവുന്നു. നമ്മുടെ മലയാളികൾ എന്ത് ചെയ്തു, കൂട്ടത്തോടെ ലോൺ എടുത്തു. നീ മോർഫ് ചെയ്തോ, അല്ലാതെ എൻ്റെ 10 നഗ്നചിത്രം വേണമെങ്കിൽ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞവന്മാർ വരെയുണ്ട്. നീ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവന്മാർ ഗതി കെട്ടിരിക്കുക. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഇത് വീണ്ടും ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഈ കുട്ടിയുടെ ഒരു അധ്യാപികയെ അവർ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് പറയുന്നത്. പക്ഷേ ഇത് ഈ ഒരു സംഭവമായി മാത്രം മാറ്റിമറിക്കാൻ ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണങ്ങൾ. ഈ കുട്ടി ജാതീയമായി ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് പോലീസ് ഇതിനകത്ത് യാഥാർത്ഥ്യമായിരിക്കും പറഞ്ഞത്. ഇപ്പം നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, നമ്മൾ കണ്ണു അടച്ച ആ ഒരു വിഷയത്തിൽ ഒരു പക്ഷം പിടിക്കും. എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് അങ്ങനെയുള്ള വീട്ടിൽ ഇനി ഈ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളത് മറച്ചു പിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ, പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ കൂടെ ചിന്തിക്കണം. അവർ ചിലപ്പോൾ ഈ പറയുന്ന ഉപദേശിച്ചതായിരിക്കാം. ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു അധ്യാപനെ കുറിച്ച്, അവിടെ റാം എന്നോ മറ്റോ പേരുള്ള ഒരു അധ്യാപനെ കുറിച്ച് വ്യാപകമായ പരാതി അല്ല. ഇപ്പൊ ഈ 21-ാം നൂറ്റാണ്ടിൽ ജാതി അധിക്ഷേപം ചെയ്യുന്നവനുണ്ടെങ്കിൽ അവനെല്ലാം ചാട്ടവാറിനടിക്കും. അയാളെ നേരത്തെ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കുട്ടികൾ ജാതി അധിക്ഷേപം അത് ശരിയായിരിക്കാം, അത് പക്ഷേ ശരിയായിരിക്കാം. പക്ഷേ ജാതി അധിക്ഷേപത്തെക്കാൾ ഉപരി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഇതിന്റെ സമാനമായ രീതിയിൽ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇതേ രീതിയിൽ സമാനമായ രീതിയിൽ ഈ ജാതി അധിക്ഷേപത്തിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ ഇടയ്ക്ക് എത്രയോ കുട്ടികൾ, ഇപ്പോൾ പത്തനംതിട്ട ആണെങ്കിൽ ഒരു നഴ്സിംഗ് കോളേജിന്റെ മേളിൽ നിന്ന്, ഹോസ്റ്റലിന്റെ മേളിൽ നിന്ന് ഈ തിരുവനന്തപുരംകാരി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത. നമുക്കറിയാം രജനീയ സാനന്ദിന്റെ കാലത്ത് തുടങ്ങി. തിരുവനന്തപുരം അടൂരല്ലായിരുന്നു, രജനീയ സാനന്ദ് അല്ല, മരിച്ച തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെ ചാടി അടൂര് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചത്, അയ്യച്ചാടിയുടെ പഠിച്ചത്. അപ്പൊ അത് അന്നത്തെ കാലത്ത് വലിയ കോലാഹലം സൃഷ്ടിച്ച സംഭവം. അതാണ് എനിക്ക് തോന്നുന്നു ഈ ഗണത്തിൽ ആദ്യത്തെ ഒരു സംഭവമായിട്ട് ലോകം ചർച്ച ചെയ്ത ഒരു സംഭവം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ നിതിൻ്റെ വിഷയത്തിൽ അതിനു മുമ്പ് പൂക്കോട് സിദ്ധാർത്ഥിനെ റാഗ് ചെയ്തു. പിന്നെ ജിഷ്ണു പ്രണോയ്, അതെ, എവിടെ, പാമ്പാടി നെഹ്റു കോളേജ്, പാലക്കാട് നെഹ്റു കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആ ജിഷ്ണു പ്രണോയുടെ മാതാവ് നടത്തിയ സമരത്തിൽ പങ്കെടുക്കാൻ പോയതിനെയാണ് തോക്കുസ്വാമിയും ഷാജഹാനെയും കൂടെ പിടിച്ചത്. അവിടെ ചെന്ന് നോക്കി നിന്നതേ ഉള്ളൂ. 2 ആഴ്ച അവർ പാർട്ടി കുടുംബമാണ്, CPM പാർട്ടിക്കാരാണ് അവർ. 2 ആഴ്ച കഴിഞ്ഞ് അവരെ ഇറക്കി വിട്ടത്. തോക്കുസ്വാമി പറയുന്നത് ഞാനവിടെ ചായ കുടിച്ചോണ്ട് നിന്നതാണ് എന്നെ പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞു. അതെ, ഷാജഹാനും അങ്ങനെ തന്നെ. അദ്ദേഹം വേറെ അതെ, അതെ. അന്ന് ഞങ്ങളുടെ മംഗളം ടെലിവിഷൻ ചാനലിന്റെ ആ വിഷയം നടക്കുന്ന സമയത്ത്, അപ്പോൾ അന്ന് ഷാജഹാൻ ശരിക്കും നമ്മുടെ മംഗളത്തിൽ വന്നൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ട് പോയ വഴി അവിടെ ഇന്ന പോലെ വിഷ്ണു പ്രയുടെ പ്രതിഷേധമുണ്ട്, ഞാൻ ഒന്ന് പോയിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഈ പിന്നെ അറിയുന്ന ഈ പുള്ളി അകത്ത് പോയി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നിരവധി വിഷയങ്ങൾ സമീപകാലത്ത് വന്നു, ജാതി അധിക്ഷേപത്തെ തുടർന്നുള്ള. അല്ല, ഇന്നത്തെ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതുപോലെ ഈ ജാതി ആക്ഷേപം നടത്തുന്ന മഹാ വൃത്തികേടാണ് ശരിക്കും പറഞ്ഞത്. അതെ, അതെങ്ങനെ പറ്റുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഇപ്പം ഞാൻ പറയാം, ജാതി അധിക്ഷേപം നടത്തുന്നത് ഇപ്പം 2 ഉന്നത കുലജാതർ തമ്മിൽ പരസ്പരം സംസാരിക്കുമായിരിക്കും. ഈ ജാതിക്കാരെ കുറിച്ച് മോശമായിട്ടും അവർ കേൾക്കാതെ 2 പേര് സ്വകാര്യ സംസാരിക്കുമായിരിക്കും. പക്ഷേ ഇത് പരസ്യമായി പറയാനുള്ള ധൈര്യം ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത് വലിയ അതിൽ അയാൾ ആ നിറത്തിൻ്റെ പറഞ്ഞ് അധിക്ഷേപിച്ച് അയാൾ വളരെ മോശമായ ഭാഷയിൽ, നമുക്ക് പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള ഭാഷയാണ് ഈ അധ്യാപകൻ വിളിച്ചു വരുത്തി ഈ കുട്ടിയെ പറഞ്ഞതെന്നാണ്. അതൊക്കെ മാത്രമല്ല എല്ലാ അധ്യാപകരുടെ മുന്നിൽ വെച്ചാണല്ലോ സ്റ്റാഫിനെ വിളിച്ചു. നമ്മുടെ പുതുതലമുറയ്ക്ക് പല കോട്ടങ്ങളുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കത്തുള്ളൂ, നമ്മുടെ പുതുതലമുറയിലെ കുട്ടികൾക്കുള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്താണ്,
അവരാരും ഈ ജാതി പറയാം ഇല്ല, അവർ ജാതി മതങ്ങൾക്ക് എല്ലാവരും അതീതരാണ്. അവർക്ക് അങ്ങനെ ഒരു സൗകര്യം അവരിപ്പം നമുക്കറിയാം. എൻ്റെ മകൻ കോളേജ് പഠിക്കും. ഇവരെല്ലാവരും കൂടെ 4 കട്ടിലുണ്ട്. ഇവന്മാരെല്ലാം കൂടെ ഒരു കട്ടിൽ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നവർ. അവർക്ക് ഒരു കട്ടിൽ മതി. കാരണം അതിനകത്ത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട്, മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, സമുദായം. പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ ഷർട്ടും ഒക്കെ മാറിയിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ അവരുടെ ആ സൗഹൃദങ്ങൾക്കപ്പുറം ഒരു ജാതിയും വരുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതാണ് മാത്രമല്ല, നമ്മൾ വെള്ളപ്പൊക്കം വന്നത് നമ്മൾ കണ്ടാണല്ലോ കുട്ടികൾ ഇറങ്ങിയത്. അവർ എല്ലാവരും ഇറങ്ങി. പുതിയ തലമുറ അവർ ഭയങ്കര സേവനത്തിൻ്റെ ഒരാളാണ് അവർ. അവരങ്ങ് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ന്യൂജൻ അവരെ കളിയാക്കേണ്ടായിരുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യം വന്നാൽ അവരെല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇതിനകത്ത് ഈ ലോൺ ആപ്പിൻ്റെ കേസുണ്ട്. അത് ഓക്കെ, അതിൻ്റെ പേരിൽ ജാതി അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ അത് ശക്തമായിട്ട് അത് ചെയ്യേണ്ടത്. ദേശീയ പട്ടികജാതി കമ്മീഷനൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ജാതി അധിക്ഷേപം എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. വളരെ അപകടം പിടിച്ച ഒരു കൺസെപ്റ്റ് എന്നല്ല, വളരെ അപകടം പിടിച്ച ഒരു സംഗതിയാണ് അത്. ഈ മുൻകാലങ്ങളിൽ നടന്ന ഈ ജാതി അധിക്ഷേപങ്ങൾക്കൊക്കെ എന്ത് റെസ്പോൺസാണ് നമ്മുടെ നാട്ടിൽ വിപ്ലവം പ്രസവിക്കുന്നവർ പോലും അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പേരിനൊപ്പം ജാതി വാല ചേർത്ത് അഭിമാനം കൊള്ളുന്നവരാണ് ഇവിടെ ഉള്ളത്. നമ്മളെ കുംഭമേള വൈറൽ പെൺകൊച്ചിനെ കെട്ടിച്ചു വിട്ട ആശാന്മാര് അവരുടെ വീട്ടിൽ ഒരാളെ കെട്ടിച്ചുവിടുന്നൊരു ചോദ്യം ഉയരുന്നല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഈ എന്തായാലും ഈ നിതീഷ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ വേർപാട്, നിതിൻ രാജിന്റെ വേർപാട് വളരെ ചെറിയ സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. വളരെ താഴ്ന്ന ഒരു സാഹചര്യം, വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തോ അസുഖമാണ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുള്ളിൽ ഈ അധ്യാപകർ ഈ ജാതി അധിക്ഷേപം എന്നുള്ളത് വസ്തുതയാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ, ആ അധ്യാപകരെ ഒന്നും ഒരിക്കലും സർവീസ് ടെർമിനേറ്റ് ചെയ്യുക, ഇവരെ ഉചിതമായി വിചാരണ ശിക്ഷിച്ച് ജയിലിൽ വിടണം. അതൊരു മാതൃകയാണ്. പക്ഷേ ഇത് അന്വേഷണം കൃത്യമായിരിക്കണം. കാരണം ഇതിനകത്ത് ഇപ്പം ഇന്നലെ തന്നെ അവിടുത്തെ എസ് പി ആണെന്ന് തോന്നുന്നു, റൂറൽ കമ്മീഷണറാണ്, സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ഈ ലോൺ ആപ്പ് ഒരു ഘടകമാണെന്ന് പറയും. അപ്പം ഈ ലോൺ ആപ്പിൽ ഇയാൾ ഇതെടുത്തു. അപ്പം ഈ അധ്യാപകരുടെ ഫോണിൽ ചെന്നപ്പോൾ അധ്യാപകർ ചോദിച്ചു കാണും, നീ എന്തിനാണ് നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചു കാണും. ഭാഷയിലായിരിക്കും പ്രശ്നമായിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിൽ ശക്തമായ അന്വേഷണം നടക്കണം. ഈ ജാതി വെറി വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെ ആരെയും സർവീസിൽ നിന്നല്ല, ഈ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്.